ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളിക്കുദാശകാലം 3-ാമത്തെ ഞായറാഴ്ചത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് തരുന്ന വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നു. വിശേഷകന്മാരും ഈ ഒരു ഭാഗത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലാണെങ്കിൽ സമാന്തര സുവിശേഷങ്ങളിൽ അവസാന ഭാഗത്തായിട്ടാണ് ഈ ദേവാലയ ശുദ്ധീകരണം നമുക്ക് കാണാൻ സാധിക്കുക. എന്തുകൊണ്ടാണ് ഈശോ ദേവാലയം ശുദ്ധീകരിച്ചത്? അതിനൊരു കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിലാണ്. അവിടെ ഇപ്രകാരം പറയാൻ നമുക്ക് കാണാം, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. പഴയ നിയമത്തിൽ സോളമൻ രാജാവ് ദേവാലയം പണിയുന്നൊരു ഭാഗമുണ്ട്. അത് 1 രാജാക്കന്മാർ 6-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകൾ ആയതിനാൽ ദേവാലയത്തിൽ മഴുവിൻ്റെയോ ചുറ്റികയുടെയോ മറ്റ് ഇരുമ്പ് ഉപകരണങ്ങളുടെയോ ശബ്ദം കേട്ടിരുന്നില്ല എന്ന് വചനഭാഗം നമ്മളോട് പറയുന്നു. അത്രമാത്രം കരുതലോടുകൂടിയാണ്, വിശുദ്ധിയോടുകൂടിയാണ് ആ ദേവാലയം പണിതത്. അങ്ങനെയുള്ള ഒരു ദേവാലയം പണിത ഒരവസ്ഥയിൽ നിന്ന് ഈശോ കാണുമ്പോൾ അവിടെ വ്യാപാരം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈശോയെ അത്രമാത്രം പ്രകോപിപ്പിച്ചതും അത്രമാത്രം തീക്ഷ്ണതയാൽ ജ്വലിച്ചതും. സങ്കീർത്തന പുസ്തകം 69-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിലും നമുക്കിത് കാണാൻ സാധിക്കും. അങ്ങയുടെ ആലയത്തെ പറ്റിയുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു. ആ ഒരു വചനം ഈശോയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഈശോ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത്, അതിനെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ, അതായത് 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കാണാം. അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. ഈശോ തൻ്റെ ശരീരത്തെ ദേവാലയമായി താരതമ്യപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. 1 കൊരിന്തോസ് 3:17 ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഇത്രമാത്രം തീക്ഷ്ണതയോടെ ഈശോ ദേവാലയം ശുദ്ധീകരിച്ചുവെങ്കിൽ ഞാനാകുന്ന ആലയത്തെ എപ്രകാരം ഞാൻ ഒരുക്കണം? വീണ്ടും വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് 2 കൊരിന്തോസ് 13:5. അത് ഇപ്രകാരമാണ്, യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. സഹോദരൻ, നമുക്കൊന്ന് ധ്യാനിക്കാം. യഥാർത്ഥത്തിൽ ഈശോ എന്നിൽ വസിക്കുന്നുണ്ടോ? ഈശോ എന്നിൽ വസിക്കാൻ എൻ്റെ ഹൃദയം സജ്ജമാണോ? ഇല്ലെങ്കിൽ ഞാൻ ഒരുക്കാനായി എന്ത് ചെയ്യണം? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം ഇതിനെപ്പറ്റി. എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ ദൈവത്തിന് വസിക്കാൻ, അതായത് കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13:5 പറയുന്നത്, യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ബോധ്യമായിട്ടില്ലേ? യേശുക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങ് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വളരാനും അങ്ങയുടെ വാസസ്ഥലമായ ഒരു ദേവാലയമാണ് ഞാൻ എന്നുള്ള ഒരു ബോധ്യത്തിൽ വളരാനുമുള്ള ഒരു കൃപയ്ക്കായി